ഈ അനുഗ്രഹീതമായ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ 1000 നന്ദി. എൻ്റെ പേര് സിജോ, ഭാര്യ ഷിക, മകള് എവേന. ഞങ്ങൾ 4.5 വർഷമായിട്ട് UK-യിലായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് UK പോയിട്ട് നാട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വൈഫ് സ്റ്റുഡൻറ്റ് വിസയിലാണ് UK-യിലേക്ക് പോയത്. അപ്പോൾ ആദ്യത്തെ 1 വർഷം പഠനം കഴിഞ്ഞ് ചെറിയ ജോലിയൊക്കെ ചെയ്താണ് ഞങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ 2 പേരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ ഒരു നിയോഗം, മമ്മിയുടെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വൈഫിന് നല്ലൊരു ജോലി ലഭിക്കണമെന്നായിരുന്നു. ബേസിക്കലി അവളൊരു ടീച്ചിങ് പ്രൊഫഷനിലാണ് ഉണ്ടായിരുന്നത് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയായിട്ട് അവിടുത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ലഭിച്ചു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറൊരു കോളേജിലൊരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. പെർമനൻ്റ് അല്ല, ഒരു ഫുൾ ടൈം ജോലിയായിട്ട് ലഭിച്ചു. അപ്പോൾ അങ്ങനെ, എന്നാലും വലിയ അധികം ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ആയിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അപ്പോൾ മമ്മി ഒരു ദിവസം വിളിച്ചു പറഞ്ഞ് എൻ്റെ ഉടമ്പടി തീരാറായി, ഇന്ന് തീരുന്ന ദിവസമാണ്, അപ്പോൾ മാതാവ് ഇതുവരെയും ഒന്നും ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം ഇവളൊരു യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിലെ ഇൻ്റർനാഷണൽ സ്റ്റഡീസ് സെൻറ്ററിലേക്ക് ഒരു IT ടൂറുടെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ നടത്തുകയും അന്ന് തന്നെ അവർ വിളിച്ചിരുന്നു, തിരിച്ച് സെലക്ഷൻ ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം ഞങ്ങളവർ കോൺടാക്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വെംബ്ലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളത് ബ്രൈറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു 3 മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വീട് എടുക്കണം. 1 ആഴ്ച കൊണ്ട് 1.5 ആഴ്ച കൊണ്ട് ഇതെല്ലാം ചെയ്യണം. അവിടെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വാടകയ്ക്കൊരു വീട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇത് നോക്കണം, വീട് നോക്കണം. ഏജൻസിക്കാരത് നമ്മുടെ ഇതെല്ലാം വെച്ച് ലാൻഡ് ലോഡിന് കൊടുത്തിട്ട് അവർ ഇത് ചെയ്താൽ മാത്രമേ, അവർ എഗ്രി ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഇതെല്ലാം അപ്ലൈ ചെയ്തു. ഓൺലൈനായിട്ട് തന്നെ ഞങ്ങൾ പല വീടുകളുടെയും ഫ്ലാറ്റുകളുടെയും ഒക്കെ ഇത് കണ്ടു, ഞങ്ങൾ നോക്കി. അതിനുശേഷം ഞങ്ങൾ ഏജൻസിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് വരാനുള്ളൊരു സമയമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ഫ്ലാറ്റ് വളരെ പെട്ടെന്ന് തന്നെ, വളരെ അത്ഭുതമായിരുന്നു. അത് നമ്മൾ ലാൻഡ് ലോഡ് അത് സമ്മതിച്ചു, ഞങ്ങൾക്ക് ആ വീട് ഇങ്ങനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ നിന്ന് എല്ലാമായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോറിഡോർ കയറി 2 വാതിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇത് ആരായിരിക്കും ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുക, അവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആരാന്നറിയില്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി പോലെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അതിനുശേഷം രാത്രിയായപ്പോൾ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൾക്കാർ വന്നു, വാതിലയിൽ മുട്ടി. അപ്പോൾ ഞങ്ങൾ ഇത്തിരി പേടിയോടെയാണ് ഇങ്ങനെ തുറന്നു. അപ്പോൾ അവരൊരു ബംഗ്ലാദേശി ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തുകയെന്ന് പറഞ്ഞു. അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളുടെ അവിടെ ബ്രൈറ്റൺ ആൻഡ് ഹോവ് കൗൺസിലിൻ്റെ മേയറായിട്ടിരിക്കുന്നയാൾ. അപ്പോൾ ഞങ്ങൾക്ക് മാതാവ് അവിടെ ഏറ്റവും നല്ലൊരു അയൽവക്കവും ഏറ്റവും സ്വാധീനമുള്ള എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾ ഏറ്റവും വിഷമിച്ചിരുന്നത് എന്ത് അയൽവക്കമായിരിക്കും, നെയ്ബർ എങ്ങനെയായിരിക്കും എന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും നല്ലൊരാളെ തന്നെ ഞങ്ങൾക്ക് വളരെ സഹായമായിട്ട് തന്നു. അതിനുശേഷം 1 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ചെറിയൊരു കുന്ന് പോലത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. താഴത്തേക്കൊന്നും മാറണം തോന്നി, ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനും. കൊച്ചിൻ്റെ സ്കൂളൊക്കെ താഴെയായിരുന്നു. അപ്പോൾ നടന്നു പോവുകയും ബസ് സൗകര്യം ഇത്തിരി കുറവായിരുന്നു. കറക്റ്റ് സമയത്തല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാനാണെങ്കിലും ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി 12:30-1 മണിയാവും. അപ്പോൾ ബസ്സില്ല. 1 കിലോമീറ്ററോളം ഭയങ്കര കയറ്റം കയറി വരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പുതിയൊരു വീട് താഴത്തേക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആ വീട് ഞങ്ങൾ നോക്കി, പലയിടത്തും ഞങ്ങൾ നോക്കിയപ്പോൾ 2-3 പേര് അതിന് ജാമ്യം നിൽക്കണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിലുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നും ബസ്സിൽ വെച്ച് കാണുന്നൊരു ചേച്ചിയുണ്ട്. അവിടെ ഒരു നഴ്സ് ചേച്ചിയാണ് അവിടെ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് വേണം, താഴെ ആ ലെവലിലായിട്ടൊരു വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, ചേച്ചിയുടെ അറിവിലുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് ചേച്ചി ചിരിച്ചു.
ചിരിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീടുണ്ട്, ഞങ്ങൾ അടുത്ത ആഴ്ച പുതിയ വീടെടുത്ത് മാറുകയാണ്, പുതിയ വീട് ഞങ്ങൾ മേടിച്ചു, ഞങ്ങൾ മാറുകയാണ്, ആ ഫ്ലാറ്റ് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ ആ ഫ്ലാറ്റ് തന്നെ ഞങ്ങൾക്ക് എടുത്തു. വളരെ അത്ഭുതമായിരുന്നു അത്. എങ്ങനെയാണത് കിട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ജാമ്യം നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കിട്ടാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഉമ്മ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് മേടിച്ച് തന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഡിപ്പോസിറ്റായിട്ട് ഒരു 1500 പൗണ്ടോളം ഞങ്ങൾ ആദ്യത്തെ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഏജൻസി സാധാരണ അവിടെ ഏജൻസികൾ നമ്മൾ ഇത് മാറിപ്പോകുമ്പോൾ, ഫ്ലാറ്റ് മാറിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു പകുതി പൈസ അവർ പെയിൻ്റ് അടിക്കാനും ഇതിനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിന്ന് അത് അവർ മേടിച്ചെടുക്കും. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ അവിടുത്തെ പഴയ ഫ്ലാറ്റിൻ്റെ ലാൻഡ് ലോഡ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മാറണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന പൈസയേക്കാളും കുറച്ച് പൈസയ്ക്ക് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരാം, നിങ്ങൾ എൻ്റെ കയ്യിൽ നേരിട്ട് പൈസ തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഞങ്ങളിവിടെ ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതി, ഞങ്ങൾക്ക് മാറണം, എന്തായാലും മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പൈസയെല്ലാം ഡിപ്പോസിറ്റെല്ലാം നിങ്ങൾ മുഴുവനായിട്ട് അവിടെ നിന്ന് തിരിച്ച് മേടിക്കണം ഏജൻസിയിൽ നിന്ന് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറയാണ്ട് എത്ര പൈസ കൊടുത്തോ, എത്ര പെൻസ്, ആ കൃത്യം പെൻസ് വരെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അതിനുശേഷം 2 വർഷം അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ചെറിയ ജോലികളൊക്കെ അവിടെ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ വിസ സ്റ്റേ ബാക്കിൻ്റെ സമയം തീർന്നു, വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമായി. അപ്പോൾ ഞങ്ങൾ വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞു, വിസ തരാമെന്നുള്ളൊരു സമീപനത്തിന് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം സബ്മിറ്റ് ചെയ്ത് 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് തരാൻ കഴിയില്ല, ഇപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ പ്രൊമോഷനും അവിടുത്തെ പുതിയ അപ്പോയിൻമെൻ്റ് എല്ലാം ഞങ്ങൾ ഫ്രീസ് ചെയ്തേക്കുവാണ്, ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വിസ തരാൻ പറ്റില്ല, 6 മാസം വരെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ തരാതിരിക്കാം, നമുക്കതിലൊരു ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വിസ തീരാൻ ആകെ 1-1.5 മാസം ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു സാഹചര്യം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. പുള്ളിക്ക് അവിടെ ഒരു IT കമ്പനിയുണ്ട്, വേറെ പല കമ്പനികളും ഉണ്ട്. അപ്പോൾ പുള്ളി എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വിസ തരാം, എൻ്റെ കമ്പനിയിൽ വിസ തരാം, ആ വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇതുപോലത്തെ നല്ലൊരു ഓപ്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ഞങ്ങൾ വിളിച്ച് ചോദിക്കും, പുള്ളി അതിനൊരു നല്ലൊരു മറുപടി പറയും. അങ്ങനെ ഒരു നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. പുള്ളിയുടെ ഓഫീസിൽ പോയി ഞങ്ങളെ കണ്ടു. പിറ്റേ ദിവസം ഡോക്യുമെൻറ്റ്സും പേപ്പറും എല്ലാം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വിളിച്ചു പുള്ളീനെ, ഇങ്ങനെ ചേട്ടാ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വിസയ്ക്ക് പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആകെ 4 ദിവസം അങ്ങാണ്ടുള്ളൂ. അന്നേരം പുള്ളീനെ വിളിച്ചു, പുള്ളി എടുക്കുന്നില്ല, കുറേ പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല, പിറ്റേ ദിവസം വിളിച്ചു എടുക്കുന്നില്ല. അപ്പോൾ എന്നെ മനസ്സിലായി ഞങ്ങൾ വിളിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പുതിയ ആ ടൈമിലേക്ക് മാത്രം ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിരുന്നൊരു ആൾ ആ ടൈമിൽ മാത്രം വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേണ്ടിയിട്ടൊരു വിസ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ IT കമ്പനിയുണ്ട്, അദ്ദേഹത്തിൻ്റെ IT കമ്പനിയിലൊരു വിസ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തോട് പറയാം നിൻ്റെ കാര്യം ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അദ്ദേഹത്തെ സമ്മതിക്കുവാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്, സമ്മതിക്കുവാണെങ്കിൽ ആ വിസ നിനക്ക് കിട്ടും, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു, ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പിറ്റേ ദിവസം രാത്രി ഞങ്ങൾ ചെന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള COS അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹം എടുത്തു തന്നു. നാളെ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം. ഞങ്ങളുടെ വിസ കഴിയാൻ 2 ദിവസം മുമ്പ് ആണ് ഞങ്ങൾ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അങ്ങനെ വലിയൊരു അനുഗ്രഹം മാതാവ് തന്നിരുന്നു. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇത് അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പ് മമ്മി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ മമ്മിയോട് തലയെ തട്ടിയിട്ട് അങ്ങ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോൾക്ക് വിസ കിട്ടും, മോളോട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൊടുത്തു. അത് ഞങ്ങൾക്ക് മമ്മിയോട് എത്തിച്ചു തന്നു. അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ചൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം ഞങ്ങളുടെ മോൾക്ക് ഒരനുഗ്രഹം കിട്ടി. മോൾക്ക് വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൾ ഇയർ 1 പഠിക്കുമ്പോൾ ഒരു 3 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം കൂട്ടുകാർക്കെല്ലാം അവിടെ ഒരു റോൾ മോഡൽ പദവി കൊടുക്കുന്ന ഒരിതുണ്ട്. അവരുടെ ആക്ടിവിറ്റിയും അവരുടെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റോൾ മോഡൽ കൊടുക്കും. അപ്പോൾ എൻ്റെ മോളെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കൂട്ടുകാർക്കൊക്കെ ലഭിച്ചു, എനിക്ക് ഭയങ്കര വിഷമമാണ് അത് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം
ഇപ്പോൾ ഈ അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്നിട്ട് മോളൊന്ന് മുട്ടിൽ നിന്ന് അന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോൾ മോളുടെ നെറ്റിത്ത് എന്നും തൈലം പുരട്ടിയാണ് സ്കൂളിൽ വിടാറ്. അന്ന് ഞാൻ തൈലം പുരട്ടാനായിട്ട് മറന്നുപോയി. ഇവിടെ ഡ്യൂട്ടിക്ക് പോയി ഞാനാണ് കൊണ്ടുപോയി രാവിലെ. അപ്പോൾ തൈലം പുരട്ടാൻ മറന്നുപോയി. എനിക്ക് തിരിച്ചു വന്ന് ഭയങ്കര വിഷമായിരുന്നു. മാതാവ് തൈലം ഉണ്ടെങ്കിൽ മാതാവ് കൂടെ ഉണ്ടെന്നൊരു വിശ്വാസമാണ്. അപ്പോൾ അന്ന് ചെയ്തില്ലല്ലോ, മാതാവ് കൂടെ ഇല്ലല്ലോ, എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വൈകിട്ട് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് മോൾ ഇറങ്ങി വന്നത്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ റോൾ മോഡലിൻ്റെ 3 മാസമായിട്ട് കൊച്ചു ശ്രമിച്ചിട്ട് കിട്ടാണ്ടിരുന്ന റോൾ മോഡലിൻ്റെ പേപ്പർ എന്നെ എടുത്ത് കാണിച്ചു. അതിനുശേഷം ആ 7 ദിവസം കൊണ്ട് എൻ്റെ മോൾക്ക് 3 റോൾ മോഡൽ അടുപ്പിച്ച് കിട്ടി. 3 മാസമായിട്ട് കിട്ടാണ്ടിരുന്ന 7 റോൾ മോഡൽ കിട്ടി. അതിനുശേഷം ആ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ തന്നെ അവരുടെ ഇയർ 1 തന്നെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻസിൽ 3 പേർക്ക് അവാർഡ് കൊടുക്കും. അതിലേറ്റവും കൂടുതൽ റോൾ മോഡൽ കിട്ടിയ മോളായിട്ട് എൻ്റെ മോള് മാറി. അങ്ങനെ വലിയൊരു അനുഗ്രഹം എൻ്റെ മോൾക്ക് അമ്മ ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി അച്ഛൻ അവിടെ ഞങ്ങൾ ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം മുതലേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, തീർത്ഥാടക ഉടമ്പടി ഇവിടെ വന്ന് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് വിസയ്ക്കായിട്ട് വിസ ഫീസായിട്ട് വലിയൊരു പൈസ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വന്നാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഉടമ്പടി എടുക്കും, എന്ത് ചെയ്യും, ഒരു തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് വളരെ എളുപ്പത്തിൽ വരാലോ, വിസ കിട്ടിക്കഴിഞ്ഞാൽ വരാലോ, ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കാലോ, അത് വലിയൊരു കാര്യമല്ലല്ലോ എന്ന് ഓർത്തെ. പക്ഷേ എനിക്ക് മനസ്സിലായി നമുക്കത് സാധിക്കണില്ല, അതൊരു വലിയ കാര്യം തന്നെയാണ് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഇവിടെ എങ്ങാനും അച്ഛൻ വരുവാണെങ്കിൽ ഒരു ഉടമ്പടി എടുക്കാലോ, മാതാവായിട്ട് വരുവാണെങ്കിൽ ഞങ്ങൾക്കൊരു ഉടമ്പടി എടുക്കാലോ എന്നങ്ങ് ഇത് ചെയ്തു. ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അത് ആഗ്രഹിച്ച് കുറച്ച് 1 മാസം എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അവിടെയുണ്ട്. അപ്പോൾ ചാച്ചനെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അടുത്ത ആഴ്ച അച്ഛൻ വരുന്നുണ്ട്. അവിടെ ഞങ്ങൾ അത് അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ അൽസ്ബറി പോയി. അച്ഛൻ വന്നു. അച്ഛനും വിജയകുമാർ സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കങ്ങനെ വലിയൊരു അനുഗ്രഹമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇവിടെ വരാതെ തന്നെ മാതാവ് അങ്ങോട്ട് വന്നു നമുക്ക് ഉടമ്പടി എടുത്ത് തന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ അതുപോലെ തന്നെ അവിടെ വന്ന് അങ്ങനെ തന്നെ പറഞ്ഞു, മാതാവ് നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നതാണ്, നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അനുഗ്രഹം കിട്ടി. ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ നല്ല പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു അന്നേരം. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 12:30 ആവും, 12:30 സമയമാവും. 12:30 ഞാൻ വന്നൊരു കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു 3 മണി 3:30 ആവും. ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥന വൈകുന്നേരം പോകുന്നതിന് എനിക്ക് സന്ധ്യാപ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കാരണം ഞാൻ 12 മണിക്ക് വന്നിട്ടാണ് ഈ സന്ധ്യാപ്രാർത്ഥനയും കിടക്കുന്നതിന് മുമ്പ് 2 മണി 3 മണി ആവുന്ന കാരണം പ്രഭാത പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ കൃപാസനം പ്രാർത്ഥനയും പ്രാർത്ഥിക്കും. അതെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ കിടക്കുമ്പോൾ ഒരു 3:30 ആവും. അപ്പോൾ 3:30 ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം അങ്ങനെ രാത്രി ഒരു 5 മണി സമയമായി. 3:30 കടന്നത് ഞാൻ. ഒരു 5 മണി 5:15 സമയമായി. അപ്പം ഞാൻ രാത്രി വരുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന ഹോളിൽ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഇവർ അപ്പുറത്തെ മുറിയിൽ ബെഡ്റൂമിൽ കിടന്നുറങ്ങും. അപ്പോൾ ഇവരെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് അവിടെ കിടന്നുറങ്ങും. അപ്പോൾ കിടന്നുറങ്ങി ഒരു 5 കാലമായപ്പോൾ വാതിൽ ഞെരിയുന്നൊരു സൗണ്ട് കേട്ട് ഞാൻ ചെരിഞ്ഞ് കിടക്കും. കണ്ണ് തുറന്ന് എഴുന്നേറ്റ് ഞാനിങ്ങനെ തല തിരിച്ച് നോക്കുമ്പോൾ എൻ്റെ പുറകിലൂടെ ഒരു നിഴലിങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഞാനത് എന്താണെന്ന് ഓർത്ത് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് പേടിച്ചു, എന്താണെന്ന് എഴുതുന്ന ഓർത്ത് പെട്ടെന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇവിടെ 5:30 പ്രാർത്ഥിക്കാനെന്ന് എഴുന്നേക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റതാണ് ഞാനിങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ നിഴലിൽ പുറകിലേക്ക് തലതിരിച്ച് നോക്കി. തിരിച്ച് ഞാൻ വീണ്ടും പഴയ രീതിക്കിലേക്ക് തലതിരിച്ച് വന്ന പകുതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ ചെരിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ എൻ്റെ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കൈ വിരിച്ചിട്ട് ബ്രൗൺ നിറത്തിലുള്ള കുപ്പായമായിട്ടിരിക്കുന്നത്, സെൻറ്റ് ആൻ്റണിയുടെയൊക്കെ ഇടുന്ന കുപ്പായം പോലത്തെ കുപ്പായമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി കൈ വിരിച്ചിങ്ങനെ നിൽക്കുക. മാതാവിൻ്റെ രൂപം മാതാവിൻ്റെ രൂപം. അപ്പോൾ എനിക്ക് ഫേസിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഫേസ് അത്ര ക്ലിയർ ആവുന്നില്ല. ഞാനിങ്ങനെ നോക്കി, ഞാൻ കാണുന്ന സ്വപ്നമാണോ അതോ യഥാർത്ഥത്തിലുള്ള കാര്യമാണോ എന്നിങ്ങനെ ഞാനിങ്ങനെ നോക്കി.
ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു അത് സ്വപ്നമല്ല, ഞാൻ യഥാർത്ഥത്തിൽ കാണുവാന്ന്. ഒരു 10-15 സെക്കൻഡ് മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു. നമ്മളിങ്ങനെ ആരെങ്കിലും നമ്മളെ ഒരു ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾ നമ്മളെ സംരക്ഷിക്കാൻ വന്നിങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും പോലെ എൻ്റെ മുട്ടിൻ്റെ അടുത്ത് എൻ്റെ കൈകൊണ്ട് തൊടാവുന്ന അകലത്തിൽ ഇങ്ങനെ മാതാവ് എൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 15 മിനിറ്റോളം ഞാനിങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം മാതാവ് പതുക്കെ മൂവ് ചെയ്തിട്ട് എൻ്റെ തലയുടെ അവിടെ വന്നിട്ട് മേപ്പോട്ട് പൊങ്ങി ഇങ്ങനെ നമ്മൾ സിനിമയിലെ കാണും പോലെ, എനിക്കതങ്ങനെ തോന്നി. സിനിമയിലെ കാണുമ്പോൾ അതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി നിന്ന് ഞാൻ തലതിരിച്ചിങ്ങനെ നോക്കി മേലേക്ക് നോക്കി. എനിക്കൊന്നും മിണ്ടാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റും. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു 25-30-35 സെക്കൻഡോളം, 1 മിനിറ്റ് താഴെ മാതാവ് അങ്ങനെ നിന്നു. ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞ് മാതാവ് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് പോയി. പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് കറങ്ങി അങ്ങ് പോകുമ്പോൾ എനിക്ക് തോന്നി. പോയി കഴിഞ്ഞ് ഞാൻ തലതിരിച്ച് ഇതെന്താ നടന്നതെന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് വൈഫ് ഇങ്ങനെ റൂം തുറന്ന് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങ് പോയുള്ളൂ, നീ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ കണ്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വപ്നമൊന്നുമല്ല, ശരിക്കും മാതാവിനെ കാണാൻ കഴിഞ്ഞു. ഈ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും കാലം എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ മമ്മിയുടെ കൂടെ ഈ മാതാവിൻ്റെ വല്ലാർപാടം പള്ളിയിലും കലൂർ സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലും ചൊവ്വാഴ്ച ദിവസം പോയി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ പാലമൊക്കെ പണിത് കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചകളിലും ഞാൻ പോകും. ബൈക്കുള്ളതിന് എല്ലാ ആഴ്ചയിലും ബൈക്കിൽ പോയി വല്ലാർപാടം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കും. അതിനുശേഷം കലൂർ വരെ എല്ലാ ആഴ്ചയും പോകും. അപ്പോൾ എല്ലായിടത്തും പോയെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. ശരിക്കും കൃപാസനം മാതാവാണ് വന്നത്, കൈവിരിച്ചിരിക്കുന്ന മാതാവാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന മാതാവിനെ ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ കൈകൂപ്പി നിൽക്കുന്ന മാതാവ്, ഉണ്ണീശോനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന മാതാവ്, അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാനത് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ TV പ്രാർത്ഥന വയ്ക്കും. അത് നോക്കും, അതിൻ്റെ ഒപ്പം നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഈ കൃപാസനത്തിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കും നമ്മളെ. അതിങ്ങനെ കാണിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക ചെയ്യാറ്. അതിങ്ങനെ കാണിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പിൽ മാതാവ് കൈവിരിച്ചിരിക്കുന്ന അതിങ്ങനെ മാതാവ് കഴിച്ചിരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ വൈഫിനോട് പറഞ്ഞു, അത് വന്നത് കൃപാസന മാതാവ്, നീ ഇത് കണ്ടോ, ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായതെന്ന് പറഞ്ഞു. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെ ഒരു ഇടവഴിയിലൂടെ പോയിട്ട് വേണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് കൈക്കും കാലിനൊക്കെ ഈ അവിടുത്തെ തണുപ്പക്കാരൻ ചെറിയ വേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൈയൊക്കെ ഒന്ന് തിരുമ്മിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഈ കൈയുടെയും കാലിൻ്റെയൊക്കെ വേദനയൊന്ന് മാറ്റി തന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഉടമ്പടിയൊക്കെ എടുത്താണല്ലോ, പ്രാർത്ഥിക്കണമാണല്ലോ, ഒന്ന് മാറ്റിത്തരണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ സൈഡ് തിരിഞ്ഞ് നോക്കുന്നത് മാതാവിൻ്റെ ഒരു രൂപത്തിലേക്കാണ്. അതൊരു ജനലൊക്കെ അവിടെ അങ്ങനെ ഒരു ജനലൊക്കെ ഒരു മാതാവിൻ്റെ രൂപം എങ്ങും കാണാൻ കഴിയില്ല. പള്ളിയിലല്ലാതെ പുറത്തേക്ക് വെച്ചൊരു മാതാവിൻ്റെ രൂപം UK കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അത്ഭുതമാണ്, കാണാനേ ഇല്ല. അപ്പം ഞാനത് കഴിഞ്ഞ് അവിടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒരു സിഖുകാരൻ ഒരു പയ്യനാണ്, അവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നിന്നെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാമെന്ന്. രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ നടന്നിറങ്ങി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ ആ ഇടവഴിയിൽ ഒരു 10-15 മിനിറ്റ് എല്ലാ ജനൽ വഴിയും ഞങ്ങൾ നോക്കി. ഒരു ജനലിലും ഞങ്ങൾക്ക് ആ രൂപം കാണാൻ പറ്റണില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞല്ലോ, ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു വിഷമമായി, എന്ത് ചെയ്യും. അപ്പം ഞാൻ വീണ്ടും ഒന്നോടെ തിരിച്ചു പോയിട്ട് അറ്റത്ത് നിന്ന് ഞാൻ പറയും, മാതാവ് മുമ്പിൽ വന്നതാണെങ്കിൽ ഇനി നോക്കുമ്പോൾ മാതാവിനെ കാണണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടങ്ങ് ആശിച്ച് ഞാനങ്ങ് തിരിഞ്ഞു ചെന്ന് ഒരു ജനലിലേക്ക് നോക്കുമ്പോൾ ആ രൂപം അങ്ങനെ തന്നെ, മാതാവിൻ്റെ രൂപം അങ്ങനെ തന്നെ അവിടെയുണ്ട്. ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ കണ്ട രൂപം, ഇത്രയും നേരം നോക്കിയിട്ട് കണ്ടില്ലെങ്കിലും മാതാവ് അവസാനം കണ്ടു എന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. എങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം 15 മിനിറ്റോളം ഞങ്ങൾ എല്ലാ ജനലിലേക്കൂടെ നോക്കിയിട്ടും കാണാത്തൊരു രൂപം എങ്ങനെ ഇവിടെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു പിടുത്തവും എനിക്ക് കിട്ടിയില്ല. ഇതൊന്നും ചുമ്മാതെ ഒന്നും സംഭവിക്കുന്ന ഒന്നല്ലാന്നും മാതാവ് ശരിക്കും നമ്മുടെ മുമ്പിൽ മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷീകരണം കാണിക്കുന്നതാണെന്നുള്ള കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. അങ്ങനെ വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ ഹോംലെസ് ആയിട്ടുള്ള പീപ്പിളുണ്ട്. നമ്മുടെ പോകുമ്പോൾ കടകളുടെ മുമ്പിലൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് അവർക്ക് അകത്ത് കയറിയിട്ട് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ അടുത്ത് തന്നെ എന്തെങ്കിലും കടകളുണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഞാൻ ഇറങ്ങി വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവർക്കുള്ളൊരു ഫുഡോടെ മേടിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് തന്നെ ഞാൻ മമ്മിയുടെ ഇങ്ങോട്ട് നാട്ടിലേക്ക് പൈസ ആർക്കെങ്കിലും ആ പൈസ എല്ലാ മാസവും ഞങ്ങൾ കുറച്ച് നാൾ അയക്കുമായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് ഇത്തിരി ഞെരുക്കം വന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അയക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പത്രം ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വരുത്തിച്ച് അവിടെ കൊടുക്കുമായിരുന്നു. അവിടെ പള്ളിയിലും ഞങ്ങൾ കാണുന്ന അവിടുത്തെ സിറ്റിസൺസിനൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങൾ യൂറോപ്യൻ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അവർ വലിയ കാര്യത്തോടെ തന്നെ മേടിച്ച് അവർക്ക് ഞങ്ങളറിയാവുന്ന രീതിക്ക് ഞങ്ങളത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വന്നപ്പോൾ പത്രം കിട്ടി, അത് ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം ഞങ്ങളെന്തെങ്കിലും സംസാരിച്ചൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അപ്പം തന്നെ പറയും, ഒരു ഉടമ്പടി എടുക്കുക, ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുക, മാതാവ് ശരിയാക്കി തരും. അപ്പോൾ എല്ലാവരോടും പറയും. അപ്പം നമ്മൾക്ക് പറയാവുന്ന രീതിക്ക് നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം അവരോട് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം ഈ സ്റ്റാറ്റസായിട്ടും നമ്മുടെ വാട്സപ്പിൽ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവർക്കും തന്നെ പലരും പറയാറുണ്ട് അയക്കരുത്, എന്തിനാ അയക്കുന്നത്, നമുക്ക് വിശ്വാസം മതി, എന്തിനാ ഇങ്ങനെ അയക്കുന്നതെന്നൊക്കെ ചോദിക്കാം. ഞാനതൊന്നും കാര്യമാക്കാറൊന്നുമില്ല, ഞാൻ വീണ്ടും അയക്കും, അവരെന്നോടൊന്നും പറയാറൊന്നുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറ്. പിന്നെ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പള്ളിയിൽ പോകാറുള്ളൂ. ഞായറാഴ്ച ദിവസം അവിടെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നടത്താണ്ട് അത് അമ്മ നടത്തി തരുമെന്ന ഉറച്ച വിശ്വാസവും ഇത് ഞങ്ങൾക്കുണ്ട്. എങ്കിലും നമ്മൾ അമ്മയെ കാണുന്നതിന് മുമ്പ് ഒരു വിശ്വാസമായിരുന്നു അത്. പക്ഷേ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് സത്യം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അത് നമ്മളെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസവും സത്യം രണ്ടും രണ്ടാണല്ലോ. നമുക്ക് സത്യമാണെന്നുള്ള കാര്യം നമുക്കത് നമ്മുടെ മനസ്സിലുണ്ട്. വിശ്വാസത്തേക്കാളുപരി സത്യമാണല്ലോ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വലിയൊരു അനുഗ്രഹം, വലിയൊരു തിരിച്ചറിവ്, എന്ത് കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നു. അതുകൂടാണ്ട് വലിയൊരു അനുഗ്രഹം ലഭിച്ചത് ഞങ്ങൾ അവിടെ വന്നപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങൾ എഴുതാന്നതിൽ വൈഫ് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ IT ജോബിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫിന് പഠിപ്പിക്കുന്നതാണ് താല്പര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു കുറച്ച് നേരത്തേക്ക് ഒരു പാർട്ട് ടൈം ജോലി അവൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലെന്ന് വൈഫിനൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം എഴുതി വെച്ചു. അപ്പോൾ ഞങ്ങളുടെ നിയോഗം എഴുതി അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 മാസം 1 മാസം എടുത്തില്ല. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഏജൻസിയിൽ നിന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്യാറൊക്കെ ഉണ്ട് ഇങ്ങനെ കിട്ടാനായിട്ട്, പക്ഷെ ഒന്നും വിളിക്കാറൊന്നുമില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലും അറിയില്ല, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ ഒരു വേക്കൻസി ഉണ്ട് ഇത്ര സമയത്തേക്ക്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് കഴിയും, ഇന്ന സമയത്താണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ, ആ സമയത്ത് തന്നെ പഠിപ്പിക്കാം. അങ്ങനെ വലിയൊരു അനുഗ്രഹം. ഇതോടുകൂടി പഠിപ്പിക്കാനുള്ള ഇതോടുകൂടി മാതാവ് ഒരു ചെറിയൊരു പാർട്ട് ടൈം ഒരു 10 മണിക്കൂർ അങ്ങനെ ഒരു സമയത്തേക്ക് അവൾക്കത് സൗകര്യം ചെയ്തു കൊടുത്തു. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പഠിപ്പിക്കുന്ന ഒരു ഫീൽഡ് മാറിപ്പോകുന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ മാതാവ് അതും അനുഗ്രഹിച്ച് തന്നു. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്ന. അതുകൂടാണ്ട് മോൾക്ക് ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതിഭയങ്കരമായ പനി വന്നു. പനി സാധാരണ വരാറില്ലാത്തതാണ്, വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂറിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ട് എന്നിങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കതൊരു എന്താണെന്നറിയില്ല. അപ്പോൾ ഡോക്ടറിന് വേറെ കുഴപ്പമൊന്നുമില്ല, പിള്ളേരിലുള്ളതാണ്, പനിയൊക്കെ വരുമ്പോൾ ഉള്ളതാണെങ്കിലും നമുക്കൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിയും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഫെബ്രുവരി 26-ാം തീയതി അപ്പോയിൻമെൻറ്റ് വരാൻ ഡോക്ടർ വിളിക്കും, അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവർ നേരിട്ട് അടുത്ത ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യാനേ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ 26-ാം തീയതി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുവുള്ളൂ. അപ്പോൾ പറഞ്ഞു ഓക്കെ, മാർച്ച് 5-ലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അവർ നേരെ നമ്മളെ വിളിച്ച് അടുത്ത ടെസ്റ്റ് നടത്താൻ പറയുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ പറയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്ന് ഇവിടുത്തെ എല്ലാം ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. അങ്ങനെ വേറെ ഇതിൻ്റെയൊക്കെ കുഴപ്പങ്ങളോ പനിയുടേതായ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വലിയൊരു അനുഗ്രഹം. അത് മാതാവിനോട് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു ഇതില്ല, മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് പരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പോൾ എപ്പോഴും വൈഫ് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ നീലാങ്കയിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാതാവ് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മാതാവുണ്ട് എല്ലാ കാര്യത്തിനും. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പെങ്ങൾ വിദേശത്താണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് തന്നെ എൻ്റെ മകളെ അവൾ കണ്ടിട്ടില്ല, അതിൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, വരാൻ സാധിച്ചു. അതാണ് അത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. My name is Savena and Sijo. I got 3 role models in a row. First one is for being good at math. Second one is for being kind to others, and the third one is for helping others. I prayed to Mother Mary, and when she gave me the role model, thank you Jesus Christ and Mother Mary. Ave Maria. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്തരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ സിജോ, ഷിക എന്നീ കുടുംബം അവരുടെ കുഞ്ഞിനോടൊപ്പം വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം നൽകുന്നതാണ്. ഇവർക്ക് UK-യിൽ വെച്ച് ഒരു സ്റ്റുഡൻസ് വിസയായിട്ടാണ് അവർ UK-യിൽ പോയത്. അവിടെ ചെന്നപ്പോൾ എല്ലാം കാഷ്വലായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ. ഇവർക്കുള്ളൊരു വീട്, ഇവരുടെ ജോലി, 2 പേരുടെയും കുഞ്ഞിൻ്റെ പഠനം, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് വിസ റിന്യൂ ചെയ്യാനുള്ളത് എല്ലാം വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. ഇവർക്ക് യാതൊരു മെറിറ്റുമില്ലാതെ പലരും അവരെ പറ്റിച്ചെങ്കിലും സമയാസമയങ്ങളിൽ സമയം വൈകുന്നതിന് മുൻപ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് എല്ലാം ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണ്. ഇതൊന്നും ഒരു ബൈ ചാൻസ് നടക്കുന്നതല്ല. കാരണം ഇതെല്ലാം ഉടമ്പടിയിലൂടെ വിശ്വസ്തതാപൂർവ്വം മുന്നേറുമ്പോൾ മാതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ സിജോയുടെ മുൻപിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ഒരു വലിയ അനുഭവം. അതുപോലെ അവർക്ക് ഇവിടെ വന്നപ്പോഴും പല പ്രാവശ്യം 2 പ്രാവശ്യം അവർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കുഞ്ഞിനെ സ്കൂളിലെ റോൾ മോഡലാകാനുള്ള 3 മാസത്തിനകം ഇവിടെ നിന്ന് അവർ UK-യിൽ ചെന്ന് 3 മാസത്തിനകം റോൾ മോഡലാകാനുള്ള ഒരു വലിയ സൗഭാഗ്യം. അത് കഴിഞ്ഞ് സ്കൂളിൽ മൊത്തം UK-യിൽ ആ കുഞ്ഞിനെ സ്കൂളിൻ്റെ തന്നെ ക്ലാസ്സിൽ ഡിവിഷനിൽ റോൾ മോഡലാകാനുള്ള ഇയർ എൻഡിങ് റെക്കഗ്നിഷൻ അവാർഡ് ആ കുഞ്ഞിന് ലഭിച്ചു. ഇങ്ങനെ ക്രിസ്തു സത്യമാണെന്നും ക്രിസ്തു എന്നും ജീവിച്ചിരിക്കുന്നെന്നും വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എന്നും ശരീരവും രക്തവുമായി നമ്മുടെ നാവിൽ അലിയുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ ഇന്ന് വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയുമാണ്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതിനും നമ്മുടെ സങ്കടങ്ങളെല്ലാം അമ്മ കാണുകയും ഈശോയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് നന്ദി പറയാം. സിജോയുടെയും ഷികയുടെയും കുടുംബത്തിൻ്റെയും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.